നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. യു ഡി എഫിലുള്ള ആർ എസ് പിയിൽ ഇപ്പോൾ RSP യു ഡി എഫിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ തന്നെയും യു ഡി എഫിലുള്ള RSP എന്ന് എടുത്തു പറയുകയാണ്. യു ഡി എഫിലുള്ള RSPയിൽ ഇപ്പോൾ അടിപൊട്ടിയിരിക്കുകയാണ്. NK പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും തമ്മിലാണ് ഈ പോരാട്ടം. പ്രേമചന്ദ്രന് ലോക്സഭാ അംഗത്വം മതിയായി, അല്ലെങ്കിൽ MP പണി മതിയായി. അദ്ദേഹത്തിന് 2026 തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിച്ച് മന്ത്രിയാകണം. എന്നാൽ ഷിബു ബേബി ജോൺ അത് സമ്മതിക്കില്ല. കാരണം പ്രേമചന്ദ്രൻ മന്ത്രിയായാൽ പിന്നെ ഷിബു ബേബി ജോണ് മന്ത്രിസ്ഥാനം കിട്ടില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും പ്രേമചന്ദ്രൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന കാര്യം താൻ അനുവദിക്കില്ലെന്നാണ് RSP സംസ്ഥാന സെക്രട്ടറി കൂടിയായ ഷിബു ബേബി ജോൺ പറയുന്നത്. ഇപ്പോൾ RSPക്ക് NK പ്രേമചന്ദ്രൻ എന്ന ഒരു MP മാത്രമേ ഉള്ളൂ. നിയമസഭയിൽ RSPക്ക് ഇപ്പോൾ ഔദ്യോഗികമായി MLA മാരില്ല. ഉള്ള ഒരു MLA എന്നത് ഇടതുപക്ഷത്തുള്ള കോവൂർ കുഞ്ഞുമോനാണ്. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF ഭരണം വരുമ്പോൾ എന്നൊക്കെയുള്ള പ്രതീക്ഷയാണ് RSPക്കുള്ളത്. അതുകൊണ്ട് തന്നെ ലോക്സഭാംഗത്വം ഉപേക്ഷിച്ച് പ്രേമചന്ദ്രൻ പുനലൂരിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കും എന്ന് കേട്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രേമചന്ദ്രൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന കാര്യം ഷിബു ബേബി ജോണ് ആലോചിക്കാനേ വയ്യ. കാരണം പ്രേമചന്ദ്രൻ മത്സരിച്ച് നിയമസഭയിലെത്തിയാൽ അദ്ദേഹം തന്നെയായിരിക്കും മന്ത്രി. ഒരിക്കൽ കൂടി മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നയാളാണ് ഷിബു ബേബി ജോൺ. ഈ പറയുന്ന രണ്ട് ആശാന്മാരും ഓരോ തവണ മന്ത്രിമാരായിട്ടുമുണ്ട്. 2006 VS മന്ത്രിസഭയിൽ പ്രേമചന്ദ്രൻ മന്ത്രിയായിരുന്നെങ്കിൽ 2011 ഷിബു ബേബി ജോൺ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. അപ്പോൾ ഈ രണ്ട് മഹാന്മാരും മന്ത്രിയായി ഏറെക്കാലം വിരാജിച്ചവരാണ്. എന്നാൽ ഇപ്പോൾ അടുത്ത UDF മന്ത്രിസഭ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ആരും മന്ത്രിയാകണമെന്ന തർക്കം ഇപ്പോഴേ RSPയിൽ തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ തവണ ഷിബു ബേബി ജോൺ ചവറയിൽ നിന്നും സുജിത് വിജയൻപിള്ളയോട് പരാജയപ്പെട്ടു. എന്നാൽ ബുദ്ധിമാനായ പ്രേമചന്ദ്രനാകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പുനലൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുനലൂർ നിയോജക മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷമാണ് അത്രേ പ്രേമചന്ദ്രന് കിട്ടിയത്. അതുകൊണ്ട് അദ്ദേഹം പുനലൂർ ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്നാൽ UDFൽ ഷിബു ബേബി ജോൺ ഇനി ചവറയിൽ നിന്നാൽ ജയിക്കില്ല എന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നത് കൊല്ലം സീറ്റാണ്. UDF കൊല്ലം നിയമസഭാ സീറ്റ് RSPക്ക് കൊടുക്കണം, അവിടെ താൻ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ഷിബു ബേബി ജോൺ പറയുന്നത്. ആ സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിൽ യാതൊരു തീരുമാനവുമായിട്ടില്ല. കാരണം അത് കോൺഗ്രസിൻ്റെ സീറ്റാണ്. കഴിഞ്ഞ തവണ മുകേഷ് വിജയിച്ചെങ്കിലും അടിസ്ഥാനപരമായി കോൺഗ്രസിന് അവിടെ വോട്ടുകളുള്ള സീറ്റാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ സീറ്റ് കോൺഗ്രസ് RSPക്ക് വിട്ടുകൊടുക്കില്ല. RSP ചവറയിൽ തന്നെ മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തും. അങ്ങനെ എത്തിച്ചേർന്നാൽ ഒരുപക്ഷെ ഷിബു ബേബി ജോൺ LDFിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ LDFൽ ഷിബുവിൻ്റെ ഒരു RSPയും UDFൽ നമ്മുടെ പ്രേമചന്ദ്രൻ്റെ ഒരു RSPയും, അങ്ങനെ രണ്ട് RSP ഉണ്ടാവും. ഒരുപക്ഷെ രണ്ടിൽ കൂടുതൽ RSPയും ഉണ്ടായേക്കാം. ഏതായാലും പ്രേമചന്ദ്രന് നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന ആഗ്രഹം കലശലായി കയറിയിട്ടുണ്ട്. ഒരു കാരണവശാലും അത് അംഗീകരിച്ചു തരുന്ന പ്രശ്നമില്ലെന്നാണ് ഷിബു ബേബി ജോൺ പറയുന്നത്. അതുകൊണ്ട് തന്നെ UDFലുള്ള RSPയും ഒരുപക്ഷെ പിളർപ്പിൻ്റെ വക്കിലേക്ക് നീങ്ങാമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ കിട്ടുന്നത്. കാരണം പ്രേമചന്ദ്രൻ മത്സരിച്ച് ജയിച്ചാൽ പിന്നെ ഷിബുവിന് മന്ത്രിയാകാൻ പറ്റില്ല. ഇതെല്ലാം UDF സർക്കാർ വന്നാൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഏതായാലും വരുമെന്നുള്ള പ്രതീക്ഷയോടെ ഇപ്പോൾ കോൺഗ്രസിലും മുസ്ലിം ലീഗിലും എന്നൊക്കെ പോലെ തന്നെ UDFലെ മറ്റൊരു ഘടകകക്ഷിയായ RSPയിലും അടി തുടങ്ങിയിരിക്കുന്നു. ആര് മന്ത്രിയാകണം എന്ന് പറഞ്ഞ് ഷിബു ബേബി ജോൺ പറയുന്നു താൻ തന്നെ മന്ത്രിയാകും UDF മന്ത്രിസഭ വരികയാണെങ്കിൽ. ഒരു കാരണവശാലും പ്രേമചന്ദ്രന് നിയമസഭാ സീറ്റ് കൊടുക്കില്ല. എന്നാൽ പ്രേമചന്ദ്രനാകട്ടെ താൻ നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണെന്നുള്ള വിവരം എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞു. താൻ മത്സരിക്കും, ജയിക്കും, മന്ത്രിയാകുമെന്നുള്ള വാശിയിലാണ് പ്രേമചന്ദ്രനും.